ഹായ്, എല്ലാവരും സുഖമായിരിക്കാണെന്ന് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ നമ്മളൊരു സ്കിൻ കെയർ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു നല്ലൊരു ഫേസ് പാക്ക് ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ വീഡിയോയിൽ നല്ല നല്ല BGM ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ലപോലെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. വേറൊന്നുമല്ല, അത് കോഴി കൂവുന്നതാണ്, പട്ടി കുരയ്ക്കുന്നത്, കാക്ക കരയുന്നത്, കുരുവി വിളിക്കുന്നത്, പിന്നെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ടെമ്പോ പോകുന്നത്, ഹോൺ അടിക്കുന്നത്, അങ്ങനെയുള്ള കുറേ BGM നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അത് മാറിയിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അത് ഇന്നെന്നല്ല, ഈ ഒരു ദിവസം പോലും നടക്കത്തില്ല അങ്ങനെ മാറിയിട്ട് വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ മൈക്ക് വെച്ചിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഒരു അറ്റാച്ച്മെന്റ് കിട്ടുന്നില്ല, ഒരു നാച്ചുറാലിറ്റി കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാത്തത്. മൈക്ക് യൂസ് ചെയ്ത് നോക്കണം, അപ്പോഴത്തേക്കും കുറെ ഇതുപോലുള്ള സൗണ്ടൊക്കെ ഫിൽട്ടർ ചെയ്ത് പോകും. പക്ഷെ എന്നാലും ഇരിക്കട്ടെ, നമ്മുടെ വീഡിയോയിൽ ഒരു BGM പോലെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആവൂല എന്ന് വിശ്വസിക്കുന്നു. കാരണം വീഡിയോ എടുക്കാൻ ഇരിക്കുമ്പോഴാണ് കാക്കയ്ക്ക് കരയാൻ തോന്നുന്നത്, കോഴിക്ക് കൂവാൻ തോന്നുന്നത്, പട്ടിക്ക് കുരയ്ക്കാൻ തോന്നുന്നത്. പിന്നെ ഒരു വീട്ടിൽ തന്നെ ഒരു 10 ബുള്ളറ്റ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഒരു 50 വട്ടം ഒരു വീട്ടിൽ നിന്ന് ബുള്ളറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് ഒരു വീട്ടിൽ നിന്ന് പോകുന്ന ആയിരിക്കില്ല, മിക്കവാറും റോഡ് സൈഡ് അല്ലേ, മെയിൻ റോഡല്ല, ഒരു ചെറിയ ഇടവഴിയാണ്. എനിക്കറിയില്ല, ഇന്നേ വരെ പോകാത്ത വണ്ടിയൊക്കെ ഇതുവഴി പോകുന്നുണ്ട്, ട്രെയിനൊക്കെ ഇതുവഴി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത്രയ്ക്ക് വോയിസിൽ കുറച്ച് ഡിസ്റ്റർബൻസ് കാണും. അതൊക്കെ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ, ഒന്ന് ക്ഷമിക്കണം. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വളരെ റിസൾട്ട് കിട്ടും കേട്ടോ, നല്ലപോലെ റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ അറിയാം, എനിക്ക് അത്യാവശ്യം പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ലപോലെ പിമ്പിൾസ് വരുന്നുണ്ട്. എന്റെ സ്കിൻ ഓയിലിയാണ്. ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ, ഓയിലി സ്കിന്നുകാരുടെ പ്രത്യേകത അറിയാമല്ലോ, എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. നല്ലപോലെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് കാരണം നമ്മുടെ സ്കിന്നിന് നല്ലപോലെ ഡാമേജസ് വരാൻ നല്ലപോലെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഓയിലി സ്കിന്നുകാർ എന്താണ് ചെയ്യേണ്ടത്? കൂടുതലും ഈ ഓയിൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണമാണ് ഉണ്ടാവുന്നത് കണ്ടെത്തുക, അത് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന ഓയിലി ഫുഡ് കാരണം, അത് മെയിൻ ആണ് കേട്ടോ, ഏറ്റവും പ്രധാനം അതാണ്. ഓയിലി ഫുഡ് കാരണം നമുക്കിതുപോലെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. നല്ലപോലെ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ തന്നെ, അത് ഏത് സ്കിന്നിനായാലും ഏത് മനുഷ്യനായാലും വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. വെള്ളം ഒരു ചിലർ പറയും നമ്മളെ വെയിറ്റിനനുസരിച്ചും BMI ഒക്കെ അനുസരിച്ചും ഒക്കെയാണ് വെള്ളം കുടിക്കേണ്ടത്. മിനിമം നമ്മളൊരു 2 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ, അതിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും അളന്ന് വെച്ച് വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു 2 to 3 ലിറ്റേഴ്സിനകത്ത് മാത്രം നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും ഒരു മനുഷ്യന് വെള്ളത്തിന്റെ ആവശ്യമില്ല. പിന്നെ BMI നോക്കി വെയിറ്റ് നോക്കിയൊക്കെ കുടിക്കണമെന്ന് പറയും. പക്ഷെ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ വെയിറ്റ് ഒക്കെ നോക്കി കുടിക്കുമ്പോൾ ചിലപ്പോൾ 4 ലിറ്ററോ 5 ലിറ്ററോ ഒക്കെ കുടിക്കുന്ന ആൾക്കാർ കാണും. അതൊക്കെ ഒരാൾക്ക് അത്രയൊന്നും കുടിക്കാൻ പറ്റില്ല. മിനിമം നമ്മളൊരു 3 ലിറ്റർ എങ്കിലും കുടിക്കണം. അപ്പം വെള്ളത്തിന്റെ കാര്യം, അത് നമ്മുടെ സ്കിന്നിന് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ്. രാവിലെ ആയാലും വൈകിട്ടായാലും നമ്മുടെ സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന്, അതായത് ഓയിലി ആയിട്ടുള്ള സ്കിന്ന് ഓയിൽ പ്രൊഡക്ഷനൊക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ സ്കിന്ന് നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് ആ റിസൾട്ടൊക്കെ നമ്മളിത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ നല്ലപോലെ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നത് ഏകദേശം ഒരു ഒന്നര മാസത്തിൽ കൂടുതൽ ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസംബർ ആദ്യമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇപ്പം ഏകദേശം ജനുവരി പകുതിയോളം കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഒരു 1.25 മാസത്തോളം ഞാനിത് ട്രൈ ചെയ്യാണ്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. മുടങ്ങിപ്പോയ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ ആ സമയത്തൊക്കെ ചില ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു. അപ്പം അതിന്റെ ആ ഒരു സെലിബ്രേഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം നമ്മൾ വീട്ടിലില്ലായിരുന്നു, ഒരു 3-4 ദിവസം. ഓക്കെ, കിളി വിളിക്കുന്നുണ്ട്. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 1.5 മാസം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്രയും ഞാൻ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. എന്താണ് ആ റിസൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും സ്കിന്നിൽ ഉണ്ടായിരുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ആയി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ റിസൾട്ട് നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ മനസ്സിലാകുന്നത് ഓരോ ദിവസവും അല്ല, ഇത് കുറേ നാളിങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും മാത്രമാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1.5 മാസത്തോളം യൂസ് ചെയ്തപ്പോഴത്തേക്കും നല്ലപോലെ ഓയിൽ പ്രൊഡക്ഷൻ എനിക്ക് നല്ലപോലെ കുറയുകയും സ്കിന്നിൽ വരുന്ന ആക്നെ പ്രോബ്ലംസ് ഒക്കെ നല്ലപോലെ കുറയുകയൊക്കെ ചെയ്തു. അപ്പം ആ ഒരു നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ആ ഒരു റിസൾട്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഓയിലി സ്കിന്നിന് മാത്രമുള്ളതല്ല, ഡ്രൈ സ്കിന്നിന്, കോമ്പിനേഷൻ സ്കിൻ, അങ്ങനെ എല്ലാ സ്കിന്നിനും, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, എപ്പോഴൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് കുറച്ചധികം ബീട്രൂട്ട് വാങ്ങുന്ന സമയത്ത് അതിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയൊരു സൈസ് എടുക്കുക. അത്രയും മാത്രം നമുക്ക് മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീട്രൂട്ട് നല്ലപോലെ പീൽ ചെയ്തെടുക്കണം. ഒന്നുകിൽ ഒരു പീലർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നൈഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്തി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സ്കിന്ന് നല്ലപോലെ പീൽ ചെയ്ത് കളയാം. ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഗുണങ്ങൾ തരുന്നതാണ്. നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമുക്ക് ലിപ്പ് നല്ലപോലെ ലൈറ്റ് കളർ ആക്കാനൊക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ്. ലിപ്പിൽ എന്തുകൊണ്ടാണ് നമുക്ക് അധികം അങ്ങനെ കളർ വരാത്തത് അല്ലെങ്കിൽ ചേഞ്ച് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാവരും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ സ്റ്റെയിൻ കാരണമാണ് ചിലപ്പോൾ നമ്മുടെ സ്കിന്ന് ഡാർക്കായി പോകുന്നത്, ലിപ്പിലെ സ്കിന്ന് ഡാർക്കായി പോകുന്നത്. കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ലിപ്സ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന നമ്മുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻസ് മാറാനായിട്ട് നമ്മൾ എന്തെങ്കിലും നാച്ചുറൽ റെമഡീസ് ഒക്കെ ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ടാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലും വീണ്ടും നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റെയിന് വീണ്ടും അത് ലിപ്പിലും കിട്ടുകയാണ്, വീണ്ടും പിഗ്മെൻറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയില്ല. എന്നാൽ സ്കിന്നിനായാലും ലിപ്പിനും ഒരുപോലെ നല്ലപോലെ ഗുണങ്ങൾ കൊടുക്കുന്നതാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട് പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീട്രൂട്ടിനെ ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് കട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിനെ നല്ലപോലെ നല്ല പേസ്റ്റ് ഫോമിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം നല്ല വലിയ കഷ്ണങ്ങളാക്കി നമ്മൾ ജാറിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നും നല്ലപോലെ അരഞ്ഞ് വരത്തില്ല. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയൊക്കെ അരഞ്ഞ് വരുള്ളൂ. ഇവിടെ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നല്ല പേസ്റ്റായി അരഞ്ഞ് വരാനായിട്ട് നമുക്ക് ബീട്രൂട്ടിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം 2 പീസാക്കി കട്ട് ചെയ്യുക. വീണ്ടും അതിനെ ഓരോന്നിനായിട്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല പ്യുവർ ജ്യൂസ് കിട്ടാനായിട്ട് നല്ലപോലെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും വെള്ളം നമുക്ക് ആഡ് ചെയ്യേണ്ടി വരത്തില്ല. നമുക്ക് കുറച്ച് കൂടുതൽ ജ്യൂസിൻ്റെ കണ്ടൻറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിൽ ചെറിയ കറകളുണ്ടായിരിക്കും. അത് നമുക്ക് അറിയാനൊന്നും പറ്റില്ല. എന്നാലും അതൊന്ന് മാറി കിട്ടാനും പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അഴുക്കായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയെടുക്കാം. ഈ വെള്ളവും നല്ലപോലെ മാറിയതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിൽ വെള്ളം കംപ്ലീറ്റ് നമുക്ക് തുടച്ച് മാറ്റണം. അതിനുശേഷം നമുക്ക് ഈ ബീട്രൂട്ട് ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് കഴുകിയതിന് ശേഷം അതിലുണ്ടാവുന്ന എക്സ്ട്രാ വെള്ളം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും റിമൂവ് ചെയ്യാൻ പറ്റില്ല. ബീട്രൂട്ട് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയുടെ മുകളിൽ ഈ പീസസ് എല്ലാം കൂടെ വെക്കുക. അപ്പോൾ അതിലുണ്ടാവുന്ന എക്സ്ട്രാ വെള്ളം കംപ്ലീറ്റ് വാർന്നു പൊക്കോളും. ബാക്കി ഇരിക്കുന്ന വെള്ളം നമ്മളിപ്പം യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് എന്തായാലും റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ ബീട്രൂട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു, നല്ലപോലെ കഴുകിയെടുത്തു. ഇനി നമുക്ക് നല്ലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല. ഒരു 2-3 തവണ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നല്ല പേസ്റ്റായി ഇതുപോലെ അരഞ്ഞു വരുന്നത്. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് നല്ലപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. അതിനായിട്ട് നല്ലൊരു ബൗൾ എടുക്കുക. നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു അരിപ്പ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന ഈ ബീട്രൂട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് അരിപ്പ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോട്ടൺ തുണി എടുത്താലും നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കാവുന്നതാണ്. തുണി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മാക്സിമം നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് കുറച്ചുകൂടെ പാടാണ്. തുണി യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്ന ബീട്രൂട്ട് ജ്യൂസിൻ്റെ അളവെന്ന് പറയുന്നത്. കണ്ടോ, നല്ല പ്യുവർ ഫോമാണ്, ഒട്ടും വെള്ളമില്ല. ഇനി നമുക്കിതിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയണം. അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫിൽറ്റർ ചെയ്യണുണ്ട്. കാരണം വീണ്ടും എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അത് കണ്ടോ മാറി വരാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ ഒന്ന് ഫിൽറ്റർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും അളവിലാണ് നമുക്ക് ബീട്രൂട്ടിൻ്റെ പ്യുവർ ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. ഈ അളവിൽ തന്നെയാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റും എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ്സിലോട്ട് മാറ്റിയത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഴുകി വൃത്തിയാക്കിയ ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ്സിൽ കുറച്ചുകൂടെ ബീട്രൂട്ട് ജ്യൂസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒഴിച്ച് ചിലർ കലക്കി ഒഴിക്കും. അങ്ങനെയൊന്നും ഒഴിക്കേണ്ട. നമ്മൾ എത്രയാണോ തയ്യാറാക്കിയത് അത് മാത്രം ഒഴിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഫ്ലെയിം ഓൺ ആക്കുമ്പോഴത്തേക്കും കണ്ടോ, ഇപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെ ആവി വരുന്നത് കാണാമല്ലോ. അതായത് വെള്ളം ഈ ജ്യൂസ് തിളച്ച് തുടങ്ങി എന്നുള്ളതാണ്.
ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി, ഹൈയും ആക്കണ്ട ലോ ആക്കണ്ട, മീഡിയത്തിൽ വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഈ കാണുന്നത് പോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വന്നു തുടങ്ങും. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ഈ ബീട്രൂട്ട് ജ്യൂസ് നല്ലപോലെ ബോയിലായി തുടങ്ങും. ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് എടുത്ത അതേ അളവ്, ആ ഗ്ലാസിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 ഇൻഗ്രീഡിയൻറ്റും ഒരേ അളവിൽ എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ്സിൽ ഇങ്ങനെ അളന്നെടുത്തത്. നിങ്ങൾക്ക് ഒരേപോലത്തെ ക്വാണ്ടിറ്റിയിൽ അളന്നെടുക്കാനായിട്ട് എന്തെങ്കിലും മെഷറിംഗ് കപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇല്ലാത്തവർ ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ ഗ്ലാസ്സിൽ ആ ലെവൽ നോക്കി എടുത്താൽ മതി. 2 ഇൻഗ്രീഡിയൻറ്റും ഒരേ അളവിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പാലാണ്. പാല് നമ്മൾ ആദ്യം ബീട്രൂട്ട് ജ്യൂസ് എടുത്ത അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ പാലെടുക്കുക, എന്നിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടിയിടാം. അപ്പോഴത്തേക്കും നല്ല പോലെ തിള വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല പോലെ തിള വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കും. നല്ല പോലെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല പോലെ വറ്റി വരും. ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലാക്കി എടുക്കണം. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നല്ല പോലെ ക്രീമി ടെക്സ്ചറിൽ വേണം. അപ്പോൾ അത് കിട്ടുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് അങ്ങ് വറ്റിപ്പോവരുത്. നമുക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. നല്ലൊരു ക്രീമിൻ്റെ ടെക്സ്ചറിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ, ഇത്രയാണ് ഇതിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ കൂടുതൽ വെക്കരുത്. അതിൻ്റെ ആ ഒരു അളവ് എങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാനിലേക്ക് ഇത് ഒട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങും. ഏകദേശം ഇതിലെ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി വരുമ്പോഴത്തേക്കും ഈ പാനിൽ ഇത് ഒട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം തണുത്തിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആണ്. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ കിട്ടാനായിട്ട് നല്ല പോലെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഓയിലി സ്കിന്നുകാർക്ക് നല്ല പോലെ യൂസ്ഫുൾ ആകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ഓയിൽ പ്രൊഡക്ഷനൊക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യാനും മുഖത്തൊരു വിഴുവിഴുപ്പൊക്കെ വരത്തില്ല, അതെല്ലാം മാറ്റിയെടുക്കാൻ നല്ലപോലെ സഹായിക്കുന്നതാണ്. അത് മാറുമ്പോൾ തന്നെ ഈ ഓയിലി സ്കിന്നുകാരുടെ ഒരുപാട് സ്കിൻ ഇഷ്യൂസ് നല്ലപോലെ മാറി കിട്ടുന്നതായിരിക്കും. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതെൻ്റെ കയ്യിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ബ്രൈറ്റ്നസ് ക്രീമില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസർ അതുപോലെയൊക്കെ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഇത് തയ്യാറായി വന്നിരിക്കുന്നത്. നമ്മുടെ സ്കിന്നിലേക്ക് നല്ല പോലെ ബ്ലെൻഡ് ആവും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ല റിസൾട്ടും കിട്ടും, നല്ലൊരു ഗ്ലോ കിട്ടും. ഫേസ് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഫേസിൽ കണ്ണിന് ചുറ്റും നല്ല ഡാർക്ക് മാർക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 to 15 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ടൈമിൽ തന്നെ സ്കിന്നിൽ നല്ല പോലെ അബ്സോർബ് ആയിക്കോളും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫേസ് പാക്ക് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മസാജ് ചെയ്ത് തന്നെ ഫേസ് പാക്ക് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് തയ്യാറാക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മളൊരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ മടുപ്പ് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 ദിവസത്തേക്ക് കൂടുതൽ ക്വാണ്ടിറ്റി തയ്യാറാക്കിയിട്ട് ഇതേ റേഷ്യോ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എത്രത്തോളം എടുക്കുമോ അത്രത്തോളം പാലെടുക്കണം. ആ റേഷ്യോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറച്ച് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇന്നത്തേക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നാളെയും മറ്റന്നാളും കൂടെ ഒരു 2 ദിവസത്തേക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയിട്ട് നിങ്ങൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. അതിൽ കൂടുതൽ ദിവസം ഒരിക്കലും യൂസ് ചെയ്യരുത്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഓൺലി ഫോർ 2 days, 2 ദിവസത്തേക്ക് മാത്രം വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ അന്നന്ന് പ്രിപ്പയർ ചെയ്ത് അന്നന്ന് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതും ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ളതും. എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ മടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ സ്റ്റോർ ചെയ്താണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്നാലും റിസൾട്ടൊക്കെ ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. മടിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ രീതിയും കാര്യങ്ങളൊക്കെ. എല്ലാ ദിവസവും നിങ്ങൾക്ക് വൈകിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് ഓഫീസിൽ പോയിട്ടൊക്കെ വന്നിട്ട് വൈകിട്ട് നമ്മൾ ജസ്റ്റ് കുളിച്ച് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഈ ഒരു ഫേസ് പാക്ക് നൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാകുമ്പോഴത്തേക്ക് അതിനുശേഷം പിന്നെ നമ്മൾ വെയിൽ കൊള്ളുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾ ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. ഇന്നിപ്പോൾ 7 മണിക്ക് നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെയും ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു ടൈമിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അങ്ങനെ ആ ഒരു ടൈം കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ആയാലും കെമിക്കൽ ക്രീം ആയാലും എന്ത് യൂസ് ചെയ്താലും നമ്മൾ വെയിൽ കൊള്ളുന്ന കുറയ്ക്കണം. നട്ടുച്ചയ്ക്കൊക്കെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ തിരിച്ച് ഇരട്ടിയായിട്ട് നമ്മളെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആ സമയത്തൊക്കെ പുറത്ത് പോവാതിരിക്കുക. പോകണമെങ്കിൽ തന്നെയും നമ്മൾ കുട യൂസ് ചെയ്യണം. പിന്നെ ഇതിനോടൊപ്പം നമ്മൾ പാരലായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്.
നമ്മളിപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. വെള്ളം കുടിക്കണം, പിന്നെ അതുപോലെ ജ്യൂസ്, അതായത് വെജിറ്റബിൾ ജ്യൂസ് കുടിക്കണം, അല്ലാതെ പിന്നെ ഫ്രൂട്ട് ജ്യൂസ്, ഇതിലൊന്നും ഷുഗർ ആഡ് ചെയ്യരുത്. ഷുഗർ ആഡ് ചെയ്യാതെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് ഓക്കെ ആയിക്കോളും. അങ്ങനെ ചെയ്യുക. പിന്നെ ജങ്ക് ഫുഡ്സ്, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞാലും ഞാനും എല്ലാം അവോയ്ഡ് ചെയ്ത് ഭയങ്കര ഹെൽത്തി ആയി നടക്കുന്ന ആളൊന്നും അല്ല. എന്നാലും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഒരു എന്താ പറയുക, കുറച്ചു കാലം ചെയ്യും, പിന്നെ അതങ്ങ് നിർത്തും. അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കുക. അപ്പം നല്ല റിസൾട്ട് തന്നെ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്നോട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സമയം എപ്പോഴാണോ അപ്പോഴൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, നമുക്ക് ഒറ്റ തവണ യൂസ് ചെയ്തതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള റിസൾട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചറൊക്കെ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എനിക്ക് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യണം. എനിക്കത് ഷെയർ ചെയ്ത് തരാനായിട്ട് ഷെയർ ചെയ്ത് തരിക. അത് എനിക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്തിരുന്ന ഓരോ റിസൾട്ടും അത് വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സമയം എപ്പോഴാണോ ആ ഒരു ടൈം നിങ്ങൾ കണ്ടെത്തി എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും 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 ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഓയിലി സ്കിന്നുകാർക്ക് ഇത് മസ്റ്റ് ഐറ്റമാണ്, മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊന്നുമില്ല. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല നല്ല ഫുഡെല്ലാം കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.